ഇന്നൊരു കുഞ്ഞു ഫുഡ് വ്ളോഗാണ്. നമ്മൾ ഉച്ചയ്ക്ക് ചോറൂണൊക്കെ കഴിഞ്ഞ് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ചാമ്പങ്ങ ഉപ്പിലിട്ടത് ഇരിപ്പുണ്ടല്ലോ എന്ന് ഓർക്കുന്നത്. അപ്പോൾ ഉടനെ പോയി എടുത്ത് അതിൽ നിന്ന് 2 കഷ്ണം എടുത്ത് കഴിക്കുകയാണ്. ഈ ഒരു ചാമ്പങ്ങ ഇന്നലെ നമ്മളൊരു പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവിടെ ഒരു വീട്ടിൽ നിൽക്കുന്ന കണ്ടിട്ട് അവിടെ നിന്ന് നമ്മൾ പൊട്ടിച്ച് കൊണ്ടുവന്ന് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. നല്ലപോലെ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ ടൗണ് വരെ ഒന്ന് പോയിട്ട് വന്നപ്പോഴേക്ക് കുറച്ച് മാമ്പഴവും അതിനോടൊപ്പം തന്നെ മാങ്കുസ്തീൻ തന്നെയല്ലേ ഇതിന് പറയുന്നത്, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല മധുരമുള്ള മാമ്പഴമായിരുന്നു കേട്ടോ, നല്ല ജ്യൂസി ആയിട്ടുള്ള മാമ്പഴം. പിന്നെ ഈ ഒരു പഴം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതങ്ങനെ നമുക്കിവിടെ കിട്ടാനില്ല, വളരെ റെയറാണ്. നമ്മുടെ അമ്മ വീട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടിയേനെ. ഇവിടെ വന്നിട്ട് ഇപ്പോൾ കാശ് കൊടുത്ത് വാങ്ങേണ്ട ഒരവസ്ഥയാണ് കേട്ടോ. കിലോയ്ക്ക് 200 രൂപയാണ് വില വരുന്നത്. അപ്പം മാമ്പഴം എന്താണെങ്കിലും അടിപൊളിയായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വെറുതെ ഇരിക്കുമ്പോഴേക്ക് നമ്മുടെ അമൂലിൻ്റെ ഒരു മിൽക്ക് ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കൂടി ചെറിയൊരു കഷ്ണം എടുത്ത് കഴിക്കാമെന്ന് കരുതി. പിന്നെ ഒരു 4-4:30 മണിയൊക്കെ ആയപ്പോഴേക്ക് വീണ്ടും വിശന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിയ ഒരു മാഗിയുടെ പാക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നേ. അത് സ്പൈസി ഗ്രീൻ ചില്ലി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വെറുതെ കടയിൽ പോയി കൗതുകത്തിന് വാങ്ങിയതാണ്. അപ്പോൾ എന്താണെങ്കിലും അടിപൊളി മണവും അതുപോലെ കളറൊക്കെ സൂപ്പറായിരുന്നു. പക്ഷേ എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലാത്ത എരിവായിരുന്നു കേട്ടോ. അതിൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ എങ്ങനെയൊക്കെയോ അത് ഞാൻ കഴിച്ച് തീർത്തു എന്ന് തന്നെ പറയണം. പിന്നെ ഒരു രാത്രി 8:30 മണിയൊക്കെ ആയി കഴിഞ്ഞത് ചോറൂണൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് അമ്മ ഒരു കുറുക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. നമ്മുടെ റാഗി വെച്ചിട്ട് നല്ല നെയ്യൊക്കെ ഒഴിച്ചുണ്ടാക്കിയതാണേ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ചോറൊക്കെ ഉണ്ട് കഴിയുമ്പോഴേക്കൊന്ന് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്കെന്താണെങ്കിലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്ന് നമ്മൾ ഇടയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നത്.